ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. ഇപ്പോൾ കുറച്ച് പോച്ച ഇങ്ങനെ കയറി കിടന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി കളയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ അപ്പം വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരുപാട് പോച്ചയൊക്കെ കയറിയും തോന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തോ തോന്നി അന്നേരം ഇങ്ങനെ ചെയ്യാണ്. വൈശേങ്ങൊന്നിടി വൈശികേ വന്നേ വാവേ. ഇപ്പോൾ വൈശുവും വൈശയും കൂടി വിട്ടിരുന്ന് കളിക്കായിരുന്നു കേട്ടോ. വൈശു രാവിലെ തന്നെ കുറേ കളിപ്പാട്ടമൊക്കെ വാരി തിണ്ണയ്ക്കൊക്കെ കൊണ്ടിട്ടിട്ട് ഇവിടിരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് എഴുതി കണ്ടില്ലേ മോള്? ഓ കാണിക്കാവേ. വൈഷ്ണു കാണിച്ചേ. വൈഷ്ണു സാമ്പാർ മാത്രം മതിയോ? നമ്മുടെ സാമ്പാറും ചമ്മന്തി. അപ്പോൾ നമ്മളിന്ന് കാട്ടിലമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ലീവല്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ചു വരുന്നെങ്കിൽ പോയി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും പോകാൻ പറ്റില്ലല്ലോ, നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും ഒന്ന് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും വിശേഷ സമയം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നടക്കാറില്ല. ബർത്ത്ഡേക്ക് പോലും ചില സമയത്ത് നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ച് ഇന്ന് എന്തായാലും പറ്റുന്ന ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി റെഡി ആയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഒരു 1:30 വരെ അമ്പലം തുറന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തൊഴാനായിട്ട് പോയാൽ മതി. അപ്പോൾ ഈ സമയത്ത് നല്ല വെയിലാണ്, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. എന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ തൊട്ടുള്ള ഒരുക്കമാണ്. ഒരുങ്ങി വന്നപ്പോൾ ഇത്രയും സമയമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഇതുപോലെയാണ്, ലേറ്റായിട്ടാണ് പോകാറ് കേട്ടോ. അപ്പോൾ എന്തായാലും കാട്ടിലമ്പലത്തിലായതുകൊണ്ട് അത്രയും ലേറ്റായിട്ട് അടയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ലായിരുന്നു. വേറെ എവിടെയെങ്കിലും പോയായിരുന്നേ തൊഴാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പോവുകയാണ്. ഇന്ന് നമ്മൾ വേറെ ഏതോ വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ കാട്ടിലമ്പലത്തിൽ പോകുന്നത്. സാധാരണ അങ്ങോട്ടല്ലേ പോകുന്നത്? പെട്രോൾ അടിക്കാൻ വന്നതാണ്. പറയണ്ട, പെട്രോൾ അടിക്കാൻ വന്നതാണ്. പെട്രോൾ അടിച്ചിട്ട് പമ്പിൽ ആരുമില്ല, എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു നേടി. നമ്മളപ്പോൾ പന്മനെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ കേട്ടോ പോകുന്നത്. പന്മന അമ്പലം തോണ്ട്. അമ്പലത്തിന്റെ ബാക്കിലൂടെ ഒരു വഴിയുണ്ട്, അതുവഴിയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഇന്നും നമ്മൾ വേറെ വഴിയല്ലേ പോകുന്നത്. നമ്മൾ ശങ്കരമംഗലത്തൂടെ പോകുന്നത് ഇല്ലയോ? ഇന്ന് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടി ഇതാണ് നമ്മുടെ അമ്പലം. അയ്യോ, അങ്ങോട്ടൊക്കെ ഇവിടെ അല്ലേ, ഇത് വഴിയല്ലേ പോകുന്നത്? ഇത് വഴിയാണോ? ഏട്ടൻ ഏതാണ്ടൊക്കെ വഴി കൂടെ കൊണ്ടുവന്നു. അയ്യോ, നമ്മൾ ഷോർട്ട് കട്ട് വഴി വന്നു. വേണ്ട, ഈ വഴി വന്നിറങ്ങിയിരിക്കുകയാണ്. അതുവഴി തന്നെ കേട്ടോ, സെയിം വഴി തന്നെ വന്നിറങ്ങി. ഇത്
ചോദിച്ചിട്ടൊക്കെ പോകുന്ന അറിയാം. 24 മണിക്കൂർ ഇവിടെ കിടന്ന് കറക്കുന്ന ആള് വഴി പോയി. പൊന്നേട്ടാ, വീട്ടിലെപ്പോഴും ഇവിടെ വർക്കിന് വരും കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും എന്നിട്ട് അവിടെ നിന്ന് ആളെടുത്ത് വയ്ക്കോ വഴി. കാട്ടിലമ്പലത്തിൽ പോകുന്ന വഴി ഇതാണോ ചേട്ടാ? അങ്ങനെ നമ്മൾ ഇതാറായി കടയിലൊക്കെ പോയിട്ട് കാട്ടിലമ്പലത്തിൽ എത്താറായി. നമ്മൾ ജങ്കാറ് കയറിയ ജങ്കാറിൽ പോകണം, വള്ളത്തിൽ പോകണം കേട്ടാ. വള്ളത്തിൽ പോയാലോ? ഭയങ്കര തിരക്ക് നോക്കിയേ. ഞാൻ വെച്ച് ഉച്ചയ്ക്കൊന്നും ആരും കാണത്തില്ല. ആരെടുക്കുന്നുണ്ട്. വള്ളത്തിൽ പോവാം. ഇറങ്ങട്ടെ? അയ്യോ, ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല. പക്ഷേ തലയിൽ വെക്കുവാവേ തൊപ്പി. വെയില്. നിങ്ങൾക്ക് 3 പേർക്ക് തൊപ്പിയുണ്ട്, എനിക്കില്ലല്ലോ. അയ്യോ, എല്ലാരും ഇറങ്ങി വരുന്നു. ഇനി നമുക്ക് കയറാം. അമ്മ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് മണിനേർച്ചയിലൂടെ കാര്യസിദ്ധിയുണ്ടാകും. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു നൽകുന്ന മണി ഭക്തിപൂർവം സ്വീകരിച്ച് അമ്മയുടെ തിരുസന്നിധിയിൽ മനം കൊണ്ട് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി കാണുന്ന അമ്മയുടെ ചൈതന്യ വിശേഷമുള്ള പേരാലി ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിന്റെ മറ്റൊരു പ്രത്യേകത നിത്യ അന്നദാനം. അമ്മയ്ക്ക് നിത്യവും പൊങ്കാല നിവേദ്യം. കാര്യസിദ്ധിക്കും അമ്മയുടെ അനുഗ്രഹത്തിനും വേണ്ടി കാര്യസിദ്ധി. നമ്മുടെ വൃശ്ചിക മാസം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അന്ന് തന്നെ ഇടണമെന്ന് വെച്ചിട്ടാണ് എടുത്തു വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ മടിയായിരിക്കാം എനിക്ക് ഇടാനായിട്ട് കറക്റ്റ് ടൈമിൽ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വൃശ്ചിക മാസത്തിൽ 12 വിളക്ക് ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഇവിടുത്തെ ഒരു ഉത്സവം പോലെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര കടകളും അതുപോലെ കുടിലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാം ഒന്ന് കാണാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. മറ്റേ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് എവിടെയാണെന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. സ്ഥലം ഒന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ആദ്യം തുടക്കത്തിലേ പോയതുകൊണ്ട് നമുക്ക് എവിടേക്കാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി. മറ്റേതെല്ലാം കൂടി ഇങ്ങനെ ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഇങ്ങനെ കുറേ പന്തലുകളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. വൃശ്ചിക മാസമാണെങ്കിൽ തിരക്കാണ്. ഇതൊക്കെ വൃശ്ചിക മാസത്തേക്കുള്ള പണികളാണ് കേട്ടോ. കുടില് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം. നമ്മുടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. 12 മണി കഴിഞ്ഞ്, എന്നാലും സാരമില്ല. അമ്പലം തുറന്നിരിക്കുവാണോ? നമുക്ക് നോക്കാം. 35 രാമായണ കഥ സുഗ്രീവ സഖ്യമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നീര സുഗ്രീവ മൈത്രി തദന ഹരിമല ദുന്ദുഭേദായ മുച്ചൈ ക്ഷിത്വാങ്കുഷ്ടേന ഭൂയോ രുലവിദയുവത് വക്രിണാ സപ്തസാരൻ. അവിടെ കാലെങ്കും പൊള്ളുന്നൊന്നും ഇല്ല തോന്നുന്നു കേട്ടാ. കടലെന്ന് പറഞ്ഞ വൈശുവിന് ഭയങ്കര സന്തോഷം. വെയിലല്ലേ, നമുക്ക് അവിടെ വരെ പോയി കടല് കാണാമായിരുന്നു. അവിടെ നിന്നാ കാണാം.
കണ്ടോ കടല്? അയ്യോ തോണ്ട ബീച്ച്. ആ തോണ്ട കണ്ടാ ബീച്ചടി ബീച്ച്. വാ നമുക്ക് പോവാം, അപ്പുറത്തൂടെ പോവാം. വാ നമുക്കേ ബീച്ചിൽ പോവാം. ഇപ്പോഴൊന്ന് ചോദിച്ചാ ഇവിടെ വരെ വന്നിട്ട് അല്ലെ പിന്നെ വൈകിട്ട് വരണോ ഇല്ലയോ? ഐശിക ഇങ്ങോട്ട് നോക്കിയേ. കൊച്ചിൻ്റെ കയ്യിലുള്ള തൊപ്പിയിലൂടെ പറക്കി കൊടുത്തോ? അയ്യേ മണ്ണി കൈയിട്ടവള്. കണ്ണാടി വെക്കുവാവേ. തൊപ്പി എടുക്കണ്ട. ഞങ്ങളിവിടെ പന്മന പന്മന ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറയൂ. നാരായണ 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 സത്യനാരായണ. രണ്ടൊരു പ്രാവിന്റെ പുറയിൽ ഓടുന്നത്. ഹലോ എവിടെ സ്ഥലം? ആ അതെ 50 MB. വാട്സാപ്പിൽ ഹായ് ഇടും. ഞാൻ QR കോഡ് അയച്ചു അത് സ്കാൻ ചെയ്ത് അടച്ചിട്ട് നിങ്ങളുടെ സാഗരേ കന്യകാം ത്വം കപടശാലിനോ മധുകരസ്യമായ ഭവേത് അസൗദ്വിദികിശോരികാം ഭഗ്നികാകരാലിംഗിതാം വിഭോ നളിനികാന്തരാലിവമൃണാളികാമജീവൻ അയം ജാമജാമുപലപട്ടകേ ദൃഷ്ടവാൻ തദോ ഭവതു വാസകോ ജഗതിമൃത്യുവാശാദസാ സമതിരൂഢരൂപാന്തര അധസ്തജലമജകൃഷി രസദഷ്ടഭാഗുസ്വരൻ മഹായുധമഹോ യഥാ വിലകായ സാ വിദ്യുതേ സർവത്ര ദേവി നാമ അഹോ കവിയശോദയാ നവകളായ ചേതോഹരം നേരെ നിൽക്കുവോ? അവന്തവനവന്തികേ പ്രണോഭാവി വിദ്യാദിശ പുനസ്തനപരം നിജം സമതിവായൻ. ചിന്മയേ മാധവ സോദരി അംബികേ മീനാക്ഷി കാമാക്ഷി കാശിയിൽ വാഴും വിശാലാക്ഷി ഇത് വാവേ പാർവതിയായി അടങ്ങിയിരിക്കേ. ചണ്ഡിക ദുഷ്ടസഹാരയായി ദുർഗയായി കേസരി വാഹനയായി അമ്മേ ഭഗവതി നാരായണത്തിനു ആധാരമായി മായയ ശത്രുസംഹാരിണിയായി വിദ്യ ബുദ്ധിയായി ബോധമായി വാഞ്ചിത കാമപ്രദായിനിയായി അമ്മേ ഭഗവതി നാരായണി ചിന്മയേ മാധവ സോദരി അംബികേ മീനാക്ഷി കാമാക്ഷി കാശിയിൽ വാഴും വിശാലാക്ഷി കാമാക്ഷി കാശിയിൽ വാഴും വിശാലാക്ഷി ഐശിക ഓടി. ഞങ്ങളെ നീ അഞ്ചരക്ഷിച്ചു പാലിച്ചിടാൻ മഞ്ജീര സിദ്ധിത ഭാഗവത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ, വൈശുവും വൈശയൊക്കെ. അപ്പം നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം കൂടി അവിടെ ഇരുന്നു. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാമല്ലോ, ആരും നമ്മളെ പറഞ്ഞു വിടത്തൊന്നുമില്ല. പിന്നെ അമ്പലം അടയ്ക്കത്തുമില്ല, എപ്പോഴും ഫുൾ ടൈം അവിടെ ആളായിരിക്കും. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും എല്ലാം അവിടെ ആളായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ ഇരിക്കാം.
പിന്നെ കുറേ നേരം നിന്ന് കളിച്ചു അവർ. പിന്നെ നമുക്ക് വിശക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് പുറത്ത് പോയിട്ടെങ്ങാനും ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഏട്ടന് ലീവാണല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു കുറേ നാളായി നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നെങ്കിൽ പുറത്ത്. അപ്പോൾ പിന്നെ വൈശുവിന് പനിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈശുവിന് ബിരിയാണി വേണം, എനിക്കും വൈശുവിനും ബിരിയാണി വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായിരുന്നു ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അപ്പം വൈശു ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞു ബിരിയാണി വേണം ബിരിയാണി വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പനിയായിരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പനിയൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇന്ന് ആ ഒരു സംഭവം അങ്ങ് സാധിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. അമ്പലത്തിൽ നിന്നൊന്നും വാങ്ങിയില്ല. 2 മുട്ടായി മാത്രം വാങ്ങിച്ചു. നമ്മുടെ പണ്ടത്തെ കിട്ടുന്ന മുട്ടായി ഇല്ലേ, നമ്മൾ കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ അതുപോലുള്ള 2 കവർ മിഠായി മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ പോയി കേട്ടോ. അയ്യോ വേണ്ടതാ, പനിയായിട്ട് അതൊന്നും കഴിക്കണ്ട. മോക്ക് ഒന്നാമത് വയ്യായിരിക്കും. എൻ്റെ പൊന്ന് വയ്യായിരിക്കുമല്ലേ വാവേ? ഷോളൊക്കെ ഇരിക്കുന്നുണ്ടോ? വേണ്ട, അത് വിടി. എന്തെങ്ങ വൈശുവിന് ഏതാ മേടിച്ചു ഇങ്ങടുത്ത്? എന്തോടി പാണ്ടയോ? എന്റെതാ, എനിക്കിതാ. ഇത് വൈശേക്ക്. നമുക്ക് ആഹാരം കഴിച്ചിട്ട് പൊട്ടിക്കാം കേട്ടോ. പോക്കറ്റ് വെച്ചേക്കാം. അപ്പൊ നമ്മള് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. നമ്മളൊക്കെ മുട്ടായിയൊക്കെ വായിച്ചു. നമ്മള് ബിരിയാണി തിന്നാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലം എവിടെയാന്ന് നോക്കി നോക്കി പോവാണ് കേട്ടോ. വരുന്ന വഴിക്കൊക്കെ 1-2 കടകൾ കണ്ടു, പക്ഷെ അതൊക്കെ കൊള്ളാവോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ പോയി നോക്കാം, നല്ലത് കിട്ടും. എന്നാ ചവറ കോളേജ്
എന്തായാലും നമുക്ക് കുറച്ചും കൂടെ പോയി നോക്കാം. പശുവിന് ഭയങ്കര വിശപ്പ്. പശുക പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ, വിശക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. സാധാരണ നമ്മളാണ് ആദ്യം വെള്ളം ഉണ്ടാക്കുന്നത്. എനിക്ക് വിശപ്പ്. ഒരു വാഴയിലയിൽ ഊണ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഊട്ടുപുര നവതി. നമ്മളെവിടെ ചെന്നാലും ഇങ്ങനെയാണല്ലോ. നവതിയായിപ്പോയി കഴിച്ചത്. ഒരു കുഞ്ഞൊരു വീടായിരുന്നു തോന്നുന്നു. ഹോട്ടലാണോ? ആ, ഹോട്ടലാ. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അവധിയാണ്. നമ്മൾ നല്ല ദിവസമായിരുന്നു ബിരിയാണി തന്നെ ഇറങ്ങിയത്. ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ബിരിയാണി കിട്ടിയില്ല ഗൈസ്. നമ്മളിനി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിപ്പോ ചവറയായില്ലയോ? ചവറയല്ലേ ഇത്? ചവറ അയ്യോ, ചവറ ബസ് സ്റ്റാൻഡ് അല്ലേ ഇത്? ചവറ ബസ് സ്റ്റാൻഡ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. പോയി വേറെ എവിടെയെങ്കിലും പോയി നോക്കാം ബിരിയാണി. വിശന്ന് കുടല് വരിയെന്നു വയസ്സു. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേണ്ട ഈ കടയിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ശ്രീഭദ്ര എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. അവിടെ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടൽ വന്നിട്ട്. അപ്പം ഫുഡ് കൊള്ളായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കഴിക്കാം, വേറെ മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നല്ല ഫുഡായിരുന്നു. ഇപ്പം ഞാനും വൈശുവും ഒരു ബിരിയാണി മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ബിരിയാണി മതി കേട്ടോ. പിന്നെ ഏട്ടൻ ഊണാണ് കേട്ടോ പറഞ്ഞത്. മാവിക്ക് തന്നെ ഞങ്ങൾ ഏതാണോ അവൾക്ക് വേണ്ടുന്നത് അത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് പ്രത്യേകം ഒന്നും പറഞ്ഞില്ല. പിന്നെ ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ബിരിയാണി മുടക്കല്ല, അവർ എനിക്ക് തോന്നുന്നു കറി സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു അവരുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കൊള്ളാം, തിന്നാൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബിരിയാണി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബിരിയാണി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ച് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ആ സംഭവം ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഏട്ടൻ ഊണ് കഴിച്ചു. ഊണ് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ, പൊളി ഊണായിരുന്നു. എന്ന് വെച്ചാൽ കറിയൊക്കെ നല്ല അടിപൊളി കറി. അപ്പോൾ ഞാൻ ബിരിയാണിയാണ് തിന്നെങ്കിലും മിക്കവാറും കറിയെല്ലാം ഞാൻ ഏട്ടൻ്റെ അതിനകത്ത് ഞാനും എടുത്ത് കഴിച്ചു കേട്ടോ. തോരനൊക്കെ ഉണ്ടായിരുന്നു, അമരപ്പയറിൻ്റെ തോരനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ. ഞാൻ ബിരിയാണിയുടെ കൂടെ അതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഏട്ടന് സ്പെഷ്യൽ കക്ക തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു, ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു. ബാക്കി ഇത്ര ഏട്ടനാണ് കേട്ടോ കഴിച്ചത്. എല്ലാം മേടിച്ച് പ്ലേറ്റ് വെച്ചേക്കോ, തിന്നാനാന്നൊന്നും തോന്നറിയത്തില്ല. അതിന് ഇരിക്കാനൊന്നും കൊടുത്തില്ലല്ലോ കേട്ടോ അവക്ക്. അവന് എത്ര എരിയും തോന്നും വേണോ? എന്തേലും പറയടി വെച്ചു. ബിരിയാണി കൊള്ളാം. വെച്ചു കാലിയാക്കി. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വേറൊരു സ്ഥലത്തൂടി പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എവിടെ പോകുന്നതെന്നൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, ആ വീഡിയോയിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഇതിനകത്ത് ഇടാഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് കൂടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെച്ച് 2 വീഡിയോ ഒക്കെ ഇടാമെന്ന്. അപ്പം സൺഡേ അല്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകണമല്ലോ. അപ്പോൾ എന്നും ഒന്നും പോകുന്നില്ല, ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നെങ്കിൽ അവിടെയും കൂടി പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങ് വിട്ടു. എങ്ങോട്ടാണോ പോകുന്നത് അവിടെ ചെന്ന് അവസാനിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിട്ടതാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ കയറി. അങ്ങനെ അടിപൊളിയായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാലം കയറാൻ പോവാണ്. പാലത്തിന്റെ പണിയൊക്കെ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം ആവണല്ലേ പണിയുന്നേ. അടിപൊളിയാണല്ലോ. കണ്ടോളൂ ഗായ്സ്, നമ്മുടെ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫിഷറീസ് കോംപ്ലക്സ് വരുന്നത്. ചാണകമല്ലടി ഒരുപാട് കൂട്ടാതെ കടലുണ്ട്. കായലും കടലും കൂടി ചേർന്ന് ഒരു പട്ടിയുടെ വഴി കിടക്കുന്നത്. നമ്മള് എവിടെ ഈ സ്ഥലം? ബൈപ്പാസാണോ? ഇല്ല കേട്ടോ, നമ്മള് ബൈപ്പാസ് കയറി ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഇനിയും പാലം പണിയുന്നോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.